ഡിവൈഎസ്പി വന്നിട്ടുണ്ട്. ആളിത്തിരി ചൂടില്ല. എന്തൊക്കെ പറഞ്ഞാലും കൂടെ ജോലി ചെയ്യുന്ന ഒരാളല്ലേടോ, അവർക്കതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ. താമ്പാ. ഫോറൻസിക്കിന്റെ പരിശോധന കഴിഞ്ഞോ? കഴിയാറായി സാറേ. തൽക്കാലം മീഡിയക്കാരെ ഒന്നും അങ്ങോട്ട് വിടണ്ട. ശരി സാർ ചെല്ലേ. Of course, sir. I need some more time. Okay. വരുൺ, താനൊക്കെ ഇത് എന്തുദ്ദേശിച്ചിട്ടാ? അത് മാഡം, പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടോ. മോളിൽ നിന്നുള്ള പ്രഷറൊക്കെ തനിക്ക് അറിയാവുന്നതല്ലേ? മൂക്കിന്റെ തുമ്പത്തെ 3 മർഡറാ നടന്നത്, അതും ഡിപ്പാർട്ട്മെന്റിലുള്ളവര്. ഇതും കൂടെ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്താ പിന്നെ ഈ യൂണിഫോം ഇട്ട് നമ്മളൊക്കെ നടന്നിട്ട് എന്താ കാര്യം? Any evidence from the spot? All the murders are done in the same way. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ മാതിരി മനുഷ്യർ ചെയ്യുന്ന ഒരു രീതിയല്ല ഇത്. Then there will be ghost. അത് കണ്ടുപിടിക്കാൻ നിങ്ങളിൽ ഫോഴ്സ് ഉണ്ടല്ലോ മാഡം. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ സർ. എനിക്ക് കുറച്ച് സമയം വേണം. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ മെയിൽ ചെയ്യാം. ഓക്കെ. വരും, എങ്ങനെ എന്തൊന്നും എനിക്കറിയണ്ട. വിത്തിൻ 48 hours എനിക്കൊരു ലീഡ് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ഓക്കെ. സാറേ, കഴിച്ചത് മതി സാറേ. അതിന് ഞാൻ ഫിറ്റൊന്നുമല്ലടോ. എൻ്റെ കൺമുമ്പിൽ വെച്ചാ അവർ മൈക്കിളിനെ കൊന്നു കളഞ്ഞത്. ആ കാഴ്ച കണ്ണീന്ന് മായില്ലടോ. നമ്മൾ ശ്രമിക്കാത്തോണ്ടല്ലോ സാറേ. ചാവേണ്ടി വന്നാലും കുഴപ്പമില്ല, അവരെ പിടിച്ചേ പറ്റൂ സാറേ. വികൃതമായ മുഖം, ശക്തിയുള്ള ശരീരം, കയ്യിൽ കിട്ടിയാൽ പിന്നെ പുലി കടിച്ചു കീറുന്ന പോലെ കൊന്നുകളയും. എന്തൊക്കെ വന്നാലും അവന്മാരെ പൂട്ടിയിരിക്കും. വേണ്ടി വന്നാൽ ഷൂട്ട്. Sir. Mr. Varun, I want to sort out this case immediately. ആവശ്യത്തിനുള്ള ഫോഴ്സ് ഉപയോഗിച്ചുള്ളൂ. But all the criminals should be taken custody within a week's time. Sir. ഈച്ചയ്ക്ക് പൊളിഞ്ഞിരിക്കുന്ന തേൻ വരിക്ക പോലെയാ മീഡിയക്കാർക്ക് ഈ കേസ്. കൂടാതെ മിനിസ്റ്ററുടെ പ്രഷറും. ഇപ്പൊ കറക്റ്റ് പൊസിഷൻ എന്താ? സർ, ഫോറസ്റ്റുമായി സഹകരിച്ച് ഒരു തെരച്ചിൽ നടത്തിയിരുന്നു. ബട്ട് നത്തിങ് ഹാസ് ബീൻ ഫൗണ്ട്. ക്രൈം നടന്നത് കൂടുതലും റോഡിന്റെ വലതുഭാഗത്തായിട്ടാണ്. എക്സെപ്റ്റ് ദ കേസ് ഓഫ് SI മിസ്റ്റർ മൈക്കിൾ. അതുകൊണ്ട് റോഡിന്റെ വലതുഭാഗത്ത് കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ച് തെരച്ചിൽ നടത്തേണ്ടി വരും സാർ. ഓക്കെ, ഗോ ഹെഡ്, ഫാസ്റ്റ്. ഓക്കെ സാർ.
ആനയും പുലിയും ഇറങ്ങുന്ന കാള സൂക്ഷിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പേടിയില്ലേ? ഞങ്ങളെ കാക്കാൻ ചാമുണ്ടിയുണ്ട്. ഹലോ വരുൺ, പറയൂ. ആ, ഡോക്ടർ ബിസിയാണോ? പറഞ്ഞോളൂ വരുൺ. പോയിസൺ എന്തെങ്കിലും അവരുടെ ബോഡിയിലുണ്ടായിരുന്നോ? നോ വരുൺ. കോസ് ഓഫ് ഡെത്ത് ഈസ് ബ്ലീഡിംഗ് ത്രൂ വൂൺസ്. അല്ല, അവിടുന്ന് കിട്ടിയ ഹെയറും എക്സാമിൻ ചെയ്തതല്ലേ? ആ, അല്ല, അവരെ കണ്ടെന്നല്ലേ പറഞ്ഞത്? മൂക്കൊക്കെ വളരെ വികൃതമായിരുന്നു. ദേ ആർ ലുക്കിംഗ് ലൈക്ക് സോംബീസ്. എല്ലാവരും ഒരേ നിറത്തിലുള്ള കീറി പറഞ്ഞ ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നത്. ഒരുമാതിരി ഹോസ്പിറ്റലിലൊക്കെ ധരിക്കില്ലേ, അതുപോലെ. പിന്നെ ഇരുട്ടായതുകൊണ്ട് അധികം അങ്ങോട്ട് വ്യക്തമായില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലുള്ള സിറ്റുവേഷനിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട്. അവർക്ക് രൂപമാറ്റം സംഭവിച്ച സിറ്റുവേഷൻ. ബട്ട് സർ, അതെങ്ങനെ? പല മരുന്നിനും മനുഷ്യനെ പല വിധത്തിൽ മാറ്റാൻ കഴിയും. മനഃപൂർവ്വമോ നിർബന്ധിതമോ ആയി അവരുടെ ശരീരത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ പോസിബിലിറ്റി. സാർ ഉദ്ദേശിച്ചത് ഈ സോംബി ഡ്രഗ് പോലെയുള്ള എന്തെങ്കിലും ആണോ? മനഃപൂർവ്വം യൂസ് ചെയ്തതാണെങ്കിൽ അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വരുൺ പറഞ്ഞ രീതിയിൽ അവരുടെ രൂപവും ഡ്രസ് കോഡും വെച്ച് നോക്കുമ്പോൾ ഒരു എക്സ്പെരിമെന്റിന്റെ സാധ്യത കാണുന്നുണ്ട്. താൻ എന്തായാലും കിട്ടിയ എവിഡൻസ് വെച്ചൊന്ന് ഇറങ്ങിത്തിരിക്കും. ഇത്ര കോംപ്ലിക്കേറ്റഡ് കേസ് ആയതുകൊണ്ട് അത്ര ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. എനിവേ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. എന്തായാലും ഞാൻ വിളിക്കാം ഡോക്ടർ. സീ യു സൂൺ. ഓക്കെ വരുൺ.